ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നമുക്കിന്ന് ഗുരുവായൂരിന്ന് നമുക്ക് പകർച്ചയ്ക്കൊക്കെ കിട്ടുന്ന അവിടുത്തെ മോരുകറിയുടെ ആ സ്വാദിൽ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ കറി. അതിന് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ, ചേന എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കഷ്ണം കുറച്ച് വലുപ്പമായതുകൊണ്ട് അത് ഫുള്ളും എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ 6-7 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് ഇതൊക്കെ കഴുകിയിട്ട് കുക്കറിലിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടു. ഇനി പച്ചമുളക് നടു കീറി പൊളിച്ചിട്ടു. ഇനി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കര ഇടണം കേട്ടോ. ശർക്കര ആ ഒരു വലിയ ശർക്കര ഞാനങ്ങനെ ഇട്ടു. ഇനി ഇത് വേവിക്കാനുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം കുമ്പളങ്ങയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അപ്പോൾ നമുക്കിനി കുക്കറിൻ്റെ മൂടി ഇടാം കേട്ടോ. കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് ഇത് വേവിക്കാൻ വയ്ക്കുക. ഒരു 2 വിസിലടിച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഓഫാക്കിയിട്ടാൽ മതി. അപ്പോഴത്തേനത് സെറ്റാവും കേട്ടോ. അപ്പം ഞാനത് കുക്കർ കയറ്റി വെച്ചിട്ടുണ്ട്. 2 വിസിലടിക്കട്ടെ. ഓക്കെ, ഞങ്ങളിതിന് ഉപയോഗിക്കുന്നത് അമ്മൂസിൻ്റെ തൈരാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടി തൈരായിരിക്കും, വെണ്ണയൊന്നും എടുക്കാത്ത ആവശ്യത്തിന് പുളിയൊക്കെ ആയിട്ടുള്ള തൈരായിരിക്കും. ഇനി നിങ്ങൾക്ക് വീട്ടിലുള്ളതാണെങ്കിലും വെണ്ണ കടയാത്ത തൈരാവണം എപ്പോഴും ഉപയോഗിക്കുക. അതിനാണ് സ്വാദ് ഉണ്ടാവുക മോരുകറിക്ക്. അപ്പോൾ നമുക്കിനി മൂടി തുറക്കാം അല്ലേ. കണ്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ നമ്മൾ. ഇപ്പോൾ അതൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചട്ടി കയറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഓക്കെ, കത്തിച്ചു. ചൂടാവട്ടെ. ലോ ഫ്ലെയിമിലിട്ട് ചൂടായി നമുക്ക് അടുത്ത അതിലേക്ക് അപ്പോൾ നമുക്കിനി വറവിടാൻ നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുക കേട്ടോ. ഏത് നെയ്യ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുഴുവൻ മുളക് പൊട്ടിച്ചത്, കറിവേപ്പില, പിന്നെ ഉലുവ വേണമെങ്കിൽ ഇടാം. ഉലുവ ഇടണമെന്ന് നിർബന്ധമില്ല. ഞാനിവിടെ കടുക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് നെയ്യ് ഇടാം അല്ലേ. ഇത്ര മതി, കുറച്ച് മതി കേട്ടോ. തന്നെ ഉരുകി വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കടുക് ഇടാം അല്ലേ. കടുക് ഞാനൊരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് ശരിക്കും ഇടാൻ പറ്റാത്തത്. ഓക്കെ, കടുക് ഇട്ടു. പൊട്ടട്ടെ. നമുക്ക് മുളക് ഇടാം കേട്ടോ. വറ്റൽ മുളക്, കറിവേപ്പില കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് കണ്ട നല്ല കട്ടി തൈരാ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് ഞാൻ ലാസ്റ്റ് ആണ് ഇട്ട് കൊടുക്കാറ്. നോക്കാറില്ല എന്തുണ്ടാക്കുമ്പോഴും. അപ്പോൾ എൻ്റെ ആ ഒരു ലെവലിക്ക് മാത്രമാണ് ഞാൻ ഇടാറ്. ഇതുവരെ എല്ലാം കറക്റ്റ് ഭാഗമായിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗുരുവായൂരിൽ നമ്മൾ മേടിക്കില്ലേ കണ്ണൻ്റെ കറി, അതേപോലത്തെ കറി തയ്യാറായിട്ടുണ്ട്. ഇതിൽ നാളികേരം നരയ്ക്കൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെയാണ് ചെയ്യാറ്. ജസ്റ്റ് ഒന്ന് തിളച്ച് പൊങ്ങില്ല, അതിന് മുന്നേ ഓഫാക്കും. ആ ഒരു പാകമായി കഴിഞ്ഞാൽ ഓഫാക്കും കേട്ടോ. കറി ഓക്കെയാണ്. പിന്നെ ഈ പതിഞ്ഞ് പൊന്തില്ലേ തിളയ്ക്കുന്നതിൻ്റെ മുന്നേ ഉള്ള
ഇതാണ് ഈ കറിയുടെ പാകം കേട്ടോ. അപ്പം കറി ഓക്കെയാണ്.